സെക്കൻഡ് അസസ് ചെയ്യേണ്ടതാണ് നമ്മളെ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മെന്റൽ സ്റ്റാറ്റസ്, നമ്മളെ സ്ട്രെസ് ആങ്സൈറ്റി ലെവൽ. പുറമേ കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് ആങ്സൈറ്റി അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ, ഡിപ്രസ്ഡ് മൂഡാണോ, നമ്മൾ ഹാപ്പി ആണോ, പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ കംഫർട്ടബിൾ ആണോ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് സബ് കോൺഷ്യസ് ആയിട്ട് ആങ്സൈറ്റി ഉണ്ട്. അതായത് പുറമേ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല, ബട്ട് ചിലപ്പോൾ പെട്ടെന്ന് വയറ്റിൽ നിടക്കിടക്ക് പോകാൻ തോന്നുക, ഫുഡ് കഴിച്ചാൽ ഗ്യാസ് കയറുന്ന പോലെ തോന്നുക, വയറ് വീർത്ത് വരിക. അങ്ങനെ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ സബ് കോൺഷ്യസ് ആയിട്ട് ചെറിയ രീതിയിൽ ആങ്സൈറ്റി അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ മെന്റലി ഒരുപാട് ഡിസ്റ്റർബ് ആണെങ്കിൽ അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അത് സ്ലീപ്പിനെ വല്ലാതെ ബാധിക്കും. രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ നമ്മൾ മെന്റൽ സ്റ്റാറ്റസ് ഓക്കെ അല്ലെങ്കിൽ ക്രേവിങ്സ് ഒരുപാട് കൂടും. കാരണം മെന്റലി നമ്മൾ അത്ര ഹാപ്പി അല്ല. നമ്മൾ ഈ മെന്റൽ സ്റ്റാറ്റസ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കും, ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്, ഇതിനോടുള്ള ക്രേവിങ്സ് ഭയങ്കരമായിട്ട് കൂട്ടും. അത് മെന്റൽ സ്റ്റാറ്റസ് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടില്ലാതെയാണ് ഡയറ്റിന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡയറ്റ് ഫോളോ ചെയ്യാൻ കഴിയില്ല. കാരണം ക്രേവിങ്സ് ഒരുപാട് അൺകൺട്രോൾഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഡയറ്റ് പ്ലാൻ ഫ്ലോപ്പ് ആവും. അതുപോലെ തന്നെ ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ എക്സസൈസിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്തൊന്നും കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്താ വെച്ചാൽ ഈ ചെയ്യുന്ന എക്സസൈസ് ഒരുപാട് ഭാരപ്പെട്ട പണിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാനും നമുക്ക് പറ്റൂല. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് സ്ലീപ്പ്, സ്ട്രെസ്, ആൻസൈറ്റി, പിന്നെ നമ്മുടെ മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ, ഇതാണ് നമ്മൾ ഫസ്റ്റ് അസസ് ചെയ്യേണ്ടത്. ഇത് മൂന്നും കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ ഡയറ്റ് അല്ലെങ്കിൽ ഒരു എക്സസൈസ് പ്ലാൻ തയ്യാറാക്കിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. രണ്ടാമത്തത്, നിങ്ങൾ മെന്റൽ സ്റ്റാറ്റസ് കറക്റ്റ് ഫിറ്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവാനും ചാൻസ് കുറവാണ്. അതായത് നിങ്ങൾ കുറച്ച് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യും, നിങ്ങൾ കുറച്ച് എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്യും, ഒരു 10-12 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഔട്ട് ആവും. അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയൂല. കുറച്ച് റിസൾട്ട് ഒക്കെ 10 ദിവസത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, ആ കിട്ടിയ ചേഞ്ച് ഒക്കെ പോകും.